അഭയാർത്ഥികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുദിനം ജപമാലയിലെ ലുത്തനിയയിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കുഞ്ഞുനാൾ മുതൽ പാടിപ്പതിഞ്ഞൊരു പാട്ടാണ് ഓർമ്മയിൽ വരിക. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ, അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. ആരാണ് പരദേശി, ആരാണ് അഭയാർത്ഥി എന്നല്ലേ? ഇന്ന് ലോകത്തിലെ കഴിഞ്ഞ ജൂൺ 2024 ജൂണിലെ കണക്ക് പ്രകാരം 122.6 മില്യൺ അഭയാർത്ഥികൾ ലോകത്തിലുണ്ട് എന്നാണ് കണക്ക്. ആരാണ് അഭയാർത്ഥി? അവൻ അഭയം തേടി വരുന്നവനാണ്. എന്തിനാണ് അവൻ അഭയം തേടുന്നത്? എന്തുകൊണ്ടാണ്, എന്ത് പറ്റിയിട്ടാണ് അവൻ അഭയം തേടുന്നത്? യുദ്ധം, യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നമ്മൾ അറിഞ്ഞു എത്രയോ അഭയാർത്ഥികൾ വിവിധ നാടുകളിലേക്ക് ഓടിപ്പോയി. അതുപോലെ വരൾച്ച, പട്ടിണി, മറ്റു ക്ഷാമം, പ്രകൃതി ദുരന്തങ്ങള്, ഉരുൾപൊട്ടല്, അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് അവർ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അതുകൂടാതെ വർഗീയ ലഹള നമ്മളൊക്കെ അറിഞ്ഞതാണ്. 2008 നമ്മുടെ ഒറീസയിലെ കാന്തമാൽ ജില്ലയിൽ നിന്ന് വിശ്വാസത്തെ പ്രതി അഭയം തേടി മറ്റു വിവിധ നാടുകളിലേക്ക് വന്നു പോയവര്. അവരിങ്ങനെ അഭയം തേടി ചെല്ലുമ്പോൾ ആരാണ് അവരെ സഹായിക്കാനുള്ളത്? അതെ, സഭ പറയുന്നു പരിശുദ്ധ അമ്മയാണ് അവർക്കെല്ലാവർക്കുമായിട്ട്. അമ്മ, അവൾ ഏറ്റവും വലിയ ശക്തിയാണ്. അച്ചാബയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, എ മദർ ഇൻ എ റെഫ്യൂജി ക്യാമ്പ്. അഭയാർത്ഥി ക്യാമ്പില് മറ്റാരേക്കാളും ശക്തിമതിയായിട്ട് ഓടി നടക്കുന്നത് അമ്മയാണ്. മക്കൾ പട്ടിണി കിടന്ന് മരിച്ച് ഉടുക്കാൻ വസ്ത്രമില്ലാതെ എല്ലും തോലുമായി ക്യാമ്പിൽ നിൽക്കുമ്പോഴും മക്കളുടെ മരണസമയത്തും കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നത് അമ്മയാണ്. ആ അമ്മ ഹൃദയം, ആ ഒരു ഹൃദയം, അതാണ് കുരിശിനരികെ നിന്ന് ഈശോ നമുക്കായി തന്നത്. അമ്മയ്ക്ക് അഭയാർത്ഥിയുടെ എല്ലാ അനുഭവങ്ങളും ഉണ്ട്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് അമ്മ ഔസേപ്പിതാവിനോടൊപ്പം കണക്കെഴുതിക്കാനായിട്ട് വേറൊരു നാട്ടിലേക്ക് പോവുക. അലഞ്ഞു നടന്നു, കിടക്കാൻ ഒരിടം കിട്ടിയില്ല, സത്രം പോലും കിട്ടിയില്ല. അവസാനം കാലിത്തൊഴുത്തില് ദൈവപുത്രന് ജന്മം നൽകേണ്ടി വന്നപ്പോൾ ഉടുതുണി ഉണ്ടായിരുന്നില്ല കുഞ്ഞിന് കൊടുക്കാനായിട്ട്. കാലിത്തൊഴുത്തിലെ ആ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് കിടത്തിയെന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക. സുവിശേഷത്തിൽ പറയുന്നു, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 25 35 തിരുവചനത്തിന്റെ അവസാന ഭാഗം, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അതെ, അവിടെയും ദൈവപുത്രനൊരിടം കിട്ടിയില്ല. അവിടെ അമ്മ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നല്ലൊരു മനസ്സോടെ ആ ദൈവപുത്രനെ കാത്തു പരിപാലിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഇതാ യുദ്ധസമാനമായ ആജ്ഞ അന്നത്തെ രാജാവിന്റെ വരുന്നു. എല്ലാ ശിശുക്കളെയും വധിക്കാനായിട്ടൊരു ഓർഡർ. അവിടെയും കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അമ്മ ഓടുകയാണ് ഈജിപ്തിലേക്ക് ഔസേപ്പിതാവിനോടൊപ്പം. ദൈവഹിതം നിറവേറ്റാനായിട്ട് എന്തും സഹിച്ചു ഓടുന്ന അമ്മയെയാണ് അഭയാർത്ഥിയായ അമ്മ. അതെ, അഭയം തേടി എല്ലാവർക്കും അഭയമായ അമ്മ അഭയം തേടി ഓടുന്നതാണ് നമ്മളിവിടെ സുവിശേഷത്തിൽ കാണുക. വീണ്ടും കുഞ്ഞിനെ കൊല്ലാനിരുന്നവൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ, വേറെ ആളാണ് നാടുവാഴി എന്നറിഞ്ഞപ്പോൾ അമ്മ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് പാർക്കുമ്പോഴും ഒരു അഭയാർത്ഥിയുടെ വേദന എന്തൊക്കെയാണ്? പാർപ്പിടമില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, അന്യനാട്, ഒരു പരിചയമില്ല, ഭാഷ വ്യത്യാസം, എല്ലാം സീറോയിൽ നിന്ന് അവർ വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു അനുഭവം. ഇനിയും ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ പെടാതെ വേറൊരു കൂട്ടം അഭയാർത്ഥികളുമുണ്ട്. ജോലി തേടി സ്വന്തം നാട്ടിൽ ജോലിയില്ലാതെ വരുമ്പോൾ അന്യനാടുകളിലേക്ക് ജോലി തേടുന്ന മക്കൾ. അവിടെയാണ് സഭ നമ്മളോട് പരിശുദ്ധ പാപ്പായിലൂടെ പറഞ്ഞിരിക്കുന്നു, അഭയാർത്ഥികളുടെ ആശ്വാസമായ പരിശുദ്ധ അമ്മയിൽ അഭയം തേടുക. ഞാനും നിങ്ങളും ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അഭയാർത്ഥിയാ. ഇന്നിവിടെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ അഭയാർത്ഥിയായിട്ട് ഇവിടെ കുറച്ചു നാളത്തേക്ക്, അതാണല്ലോ കവി പാടിയിരിക്കുക, ഓരോ വാസത്തിലും പ്രവാസമുണ്ട്. അതെ, ഇന്നിവിടെ വസിക്കുന്നു, വേറൊരിടത്തേക്ക് ഞാൻ കൂടുമാറിപ്പോകുന്നു. അവിടെയും വേറൊരു വാസം. എനിക്ക് പരിചയമില്ലാത്ത വ്യക്തികളുടെ ഇടയിലാണ്. അവിടെ ഞാൻ അനുഭവിക്കുന്ന വേദനകള്, ദുഃഖങ്ങള് എല്ലാത്തിനും അതെ ഒറ്റയാൾ പരിശുദ്ധ അമ്മ നമുക്ക് അഭയമായി കുടികൊള്ളുന്നു. അമ്മ എന്നും നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഏത് ദുരിതത്തിലും അഭയാർത്ഥികള്, അതെ, അഭയാർത്ഥി ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടില് സെപ്റ്റംബർ 16-ാം തീയതിയാണ് അഭയാർത്ഥി ദിനമായിട്ട് നമുക്ക് കൊണ്ടാടുക.
കുറച്ച് അഭയാർത്ഥികളെ വിളിച്ചുകൂട്ടി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അഭയാർത്ഥികളോട് മനുഷ്യത്വത്തോടെ പെരുമാറുവാനും അവരുടെ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവരെ സഹായിക്കാനുള്ള നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കുവാൻ ഈ പ്രാർത്ഥന നമ്മൾ അനുദിനം കുടുംബ പ്രാർത്ഥനയെ ചൊല്ലുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ലഭിക്കുന്ന അവസരങ്ങളിൽ ഞാനും ഇന്നല്ലെങ്കിൽ നാളെ അഭയം തേടി ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ആ വേദനകളിലൂടെ ഞാനും കടന്നു പോകേണ്ടതാണെന്ന ഒരു ചിന്തയോടെ നമുക്കും അവരെ സഹായിക്കാം. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കാൻ അഭയാർത്ഥികളോട് നമുക്ക് പറയാം. അവർക്ക് താങ്ങും തണലുമായി അവരുടെ അമ്മ നഷ്ടപ്പെട്ടെങ്കിൽ, യുദ്ധത്തിൽ എൻ്റെ അമ്മ നഷ്ടപ്പെട്ടെങ്കിൽ, യുദ്ധത്തിൽ എൻ്റെ സഹോദരനും സഹോദരിയും നഷ്ടപ്പെട്ടെങ്കിൽ, പ്രളയത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ, പ്രകൃതി ദുരന്തങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ, എല്ലാത്തിനും ഉത്തരമായ ഒരമ്മ നിനക്കുണ്ട്. അതങ്ങ് കാൽവരിയിൽ മാത്രമല്ല, അനുദിന ജീവിതത്തിൽ നിനക്ക് താങ്ങും തണലുമായി അമ്മ ഹൃദയമുണ്ട്. അതാണ് പരിശുദ്ധ അമ്മ. യേശുവിൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെയും നിന്റെയും അമ്മ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കട്ടെ. അഭയാർത്ഥികളുടെ മാതാവേ, അഭയാർത്ഥികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.